കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. മാർത്തോമ വിഷൻ്റെ മാരാമൺ കൺവെൻഷൻ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമമായ മാരാമൺ കൺവെൻഷന് ഒരുക്കങ്ങളായി. 130ാമത് മാരാമൺ കൺവെൻഷൻ ഈ ഞായറാഴ്ച ആരംഭിക്കുന്നു. മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി പ്രദേശങ്ങൾ പമ്പാ നദിക്കരയിലുണ്ട്. കല്ലിശ്ശേരി കടവിൽ മാളികയും കുമ്മനാട് ധർമ്മഗിരി മന്ദിരവും ഇടയാറുമുളയിലെ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഭവനമായ മൂത്താമ്പാക്കൽ ഭവനവും ഒക്കെ ഈ ഗണത്തിൽ പെടും. മാരാമൺ കൺവെൻഷൻ്റെ ആരംഭത്തിന് തുടക്കം കുറിച്ച മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജന്മഗ്രഹമാണ് കല്ലിശ്ശേരി കടവിൽ മാളിക. ജീവിതഗന്ധിയായ അനുഭവങ്ങളിൽ ചാലിച്ചെടുത്ത പ്രത്യാശ ഗാനങ്ങൾ കൊണ്ട് മാരാമൺ കൺവെൻഷനെ അനുഗ്രഹീതമാക്കിയ സുവിശേഷ സേനാനിയാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് മൂത്താമ്പാക്കൽ കുടുംബം. മാരാമൺ കൺവെൻഷൻ സമൂഹത്തിന് സംഭാവന നൽകിയ ഒട്ടേറെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേതാണ് കുമ്മനാട് ധർമ്മഗിരി മന്ദിരം. അത്തരത്തിൽ സവിശേഷതയാർന്ന നിരവധി വ്യക്തികളും നിരവധി സ്ഥാപനങ്ങളും മാരാമണ്ണും ചുറ്റുപാടുകളുമുണ്ട്. ആ സ്ഥാപനങ്ങളെയും ആ വ്യക്തികളെയും നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പമ്പാ നദിയുടെ തീരത്ത് ഇറപ്പുഴ പാലത്തിന് സമീപം അതിമനോഹരമായ കേരളീയ തനത് വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള കടവിൽ മാളിക. കൺവെൻഷൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനം ഈ കടവിൽ മാളികയ്ക്കുണ്ട്. മാരാമൺ കൺവെൻഷന് നേതൃത്വം നൽകുന്ന മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജന്മഗ്രഹമാണ് കടവിൽ മാളിക. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘമാണ് മാരാമൺ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. 1888 സെപ്റ്റംബർ 5 ഈ കടവിൽ മാളികയിൽ കൂടിയ കൊട്ടാരത്തിലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ കൂടിയ 12 അംഗ സംഘമാണ് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് ആരംഭം കുറിക്കുന്നത്. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാരാമൺ കൺവെൻഷനുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ കടവിൽ മാളിക. വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് ഇപ്പോൾ ഈ കടവിൽ മാളിക ഉപയോഗിച്ച് വരുന്നു. ഒട്ടേറെ ആളുകൾ ദിവസവും ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ട്. ആ കടവിൽ മാളികയെപ്പറ്റി, അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഇതിന് നേതൃത്വം നൽകുന്നതായ സുവിശേഷകൻ ജെയിംസ് വർഗീസിൽ നിന്ന് നമുക്ക് കൂടുതൽ അറിയാം. അദ്ദേഹത്തിന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കേൾക്കാം. കടവിൽ മാളികയെ കുറിച്ച് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ കടവിൽ മാളിക സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ജന്മഗ്രഹമാണ്. സുവിശേഷ പ്രസംഗ സംഘം 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി ആണ് അതിന്റെ തുടക്കം. ഇന്നേക്ക് 136ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കടവിൽ മാളിക നമ്മൾ ഇതിന് തൊട്ട് മുകളിലുള്ള മുൾഭാഗത്തുള്ള സെന്റ് മേരീസ് കനാനായ പള്ളിയുടെ പള്ളിമേടയായിരുന്നു 1880 കാലഘട്ടങ്ങൾക്ക് മുമ്പ്. ആ 80 കാലഘട്ടങ്ങളിൽ ഈ ഇടവകയിലെ പട്ടക്കാരനായിരുന്നു ചെമ്പകശ്ശേരിയിലെ എബ്രഹാം കശീശ്. അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിരുന്നു കടവിൽ മാളിക എന്ന് പേരുള്ള കടവിൽ പുളിപ്പുര മാളിക. അത് ഈ കനാനായ പള്ളിയുടെ പള്ളിമേടയായിരുന്നു. 1880 കാലഘട്ടങ്ങളിൽ CMS മിഷണറിമാരുടെ ആഗമനം, അവരുടെ പ്രസംഗമൊക്കെ ഈ എബ്രഹാം അച്ഛന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടാക്കി. കാരണം അറിഞ്ഞ കർത്താവിനെ പങ്കുവെക്കണമെന്നുള്ളൊരു ചിന്ത. അങ്ങനെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ആ കാലത്ത് ഈ നവീകരണ ആശയത്തെ താല്പര്യമുള്ള ചില ദൈവമക്കൾ ഒരുമിച്ചിവിടെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു ആ കാലം. അങ്ങനെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്
അറിഞ്ഞ കർത്താവിനെ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാകണം. അത് മാർത്തോമാ സഭയുടെ ചുമലിൽ അത് ആരംഭിച്ചു. അങ്ങനെയാണ് 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി ചെമ്പകശ്ശേരിൽ എബ്രഹാം അച്ഛന്റെ നേതൃത്വത്തിൽ ഈ കടവിൽ മാളികയിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അച്ഛൻ അത് 42 പേർക്ക് അതിന്റെ ലെറ്റർ അയച്ചു. എന്നാൽ അന്ന് വന്നത് 11 പേരാണ്, 11 ആത്മീയരാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു വാലുചിറയിൽ അവറാച്ചൻ ഉപദേശി എന്ന് പറയുന്ന ദേവദാസ്. അദ്ദേഹം ഈ ആശയം അന്ന് നവീകരണ കർത്താക്കളിൽ മുഖ്യ പാതയിൽ നിന്നിരുന്ന പാലക്കുന്നത്ത് അബ്രഹാം അൽപ്പാൻ അച്ഛനോട് ഈ വിവരം പറഞ്ഞു. അങ്ങനെ ഇവരുടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് പ്രസംഗ സംഘത്തിന്റെ ആരംഭം. അപ്പോൾ 888 സെപ്റ്റംബർ മാസം 5-ാം തീയതി മധ്യാഹ്നം ഈ മാളികയിൽ അന്ന് ഈ ചെമ്പകശ്ശേരിൽ എബ്രഹാം അച്ഛന് സഭയുടെ ഇടവകയുമായി ബന്ധപ്പെട്ട് വരാൻ സാധിക്കാഞ്ഞതുകൊണ്ട് കൊട്ടാരത്തിൽ തോമസ് കശീശായെ ഈ മീറ്റിംഗിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അങ്ങനെ കൊട്ടാരത്തിൽ അച്ഛൻ ഈ മീറ്റിംഗിന്റെ ഭാഗമാകുകയും ചെയ്തു. അങ്ങനെ 888 സെപ്റ്റംബർ മാസം 5-ാം തീയതി സുവിശേഷ പ്രസംഗ സംഘം ആരംഭിച്ചു. അതിനുശേഷം ആദ്യത്തെ പ്രവർത്തനമാണ് ഓതറ ചൂളക്കുന്നിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഓതറ ചൂളക്കുന്നിൽ ആരംഭിച്ച പ്രവർത്തനമാണിത് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേലയുമായിട്ട് അറിഞ്ഞ കർത്താവിനെ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നുപോയി. അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ മാരാമൺ കൺവെൻഷനുമായിട്ടുള്ള ഈ ബന്ധം. ഈ മാളികയിൽ അവർ ഒരുമിച്ച് കൂടി ആത്മീയ ഉണർവ് പ്രാപിച്ചു. അങ്ങനെയാണ് മാരാമൺ കൺവെൻഷന്റെ പ്രാരംഭ പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ഒക്കെ നടന്നത് ഈ കടവിൽ മാളികയിൽ വെച്ചാണ്. അപ്പോൾ സഭയുടെ നവീകരണ ആ ഒരു താല്പര്യത്തിനും പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു സ്ഥാപനയാണ് കടവിൽ മാളിക എന്നുള്ള കടവിൽ കുളിപ്പുര മാളിക. ഇത് 1990 സഭ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പേരിൽ വിലയ്ക്ക് വാങ്ങുന്നത്. അതിനുശേഷം 2005 ഇത് കാലപ്പഴക്കം കൊണ്ട് ഇത് നശീകരണ അവസ്ഥയിലായിരുന്നത് കൊണ്ടും 2005 അഭിനന്ദ കൂർലോസ് തിരുമേനിയുടെ താല്പര്യപ്രകാരം അമേരിക്കൻ ഭദ്രാസനത്തിലെ അമേരിക്കൻ സേവിയാ സംഘത്തിന്റെ ചുമതലയിൽ ഈ കടവിൽ മാളിക പഴയ തനിമ ഒട്ടും ചോർന്നു പോകാതെ അതേ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടത് ഒന്ന് പുനർനിർമ്മിതി ചെയ്യുവാനിടയായി. ഇന്ന് ഈ കാണുന്ന മനോഹാരിതയിൽ അത് പണിയുവാൻ ഇടയായി. ഇന്നും അനേകർക്ക് ഇത് ഒരു പ്രാർത്ഥന കേന്ദ്രമായി അനേകം ആളുകൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടന്നു വന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം ചെലവിടുന്ന ഒരു കടവിൽ മാളികയായി പ്രാർത്ഥനാലയമായി സ്ഥിതി ചെയ്യുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ പ്രാർത്ഥനയുണ്ട്. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിൽ ധാരാളം ആൾക്കാർ ഇവിടെ സന്ദർശകരായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഇടവുകളായും വ്യക്തികളായും കടന്നു വരാറുണ്ട്. ഇതാണ് കടവിൽ മാളികയെ കുറിച്ചുള്ള വ്യക്തമായ കുറിച്ച്. എന്റെ പേര് ഞാൻ ഈ 4 വർഷമായിട്ട് ഈ കടവിൽ മാളികയിലെ ശുശ്രൂഷ ചെയ്യുന്നു. എന്റെ പേര് ജെയിംസ് എന്നാണ്. എന്റെ സ്വന്തം സ്ഥലം വെണ്ണിക്കുളം ആണ്. ഞാനും എന്റെ കുടുംബവും ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നേതൃത്വം. മാരാമൺ കൺവെൻഷൻ കുമ്പനാട് ധർമ്മഗിരി മന്ദിരം മാർത്തോമാ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ കീഴിൽ 1948 ഡിസംബർ മാസം 25-ാം തീയതി വന്യദീപി ശ്രീ BP മാമൻ കശീശ പ്രാർത്ഥിച്ച് ആരംഭിച്ച സ്ഥാപനയാണ്. മാരാമൺ കൺവെൻഷനിൽ കടന്നു വരുന്ന യാചകരായിട്ടുള്ള ആൾക്കാരെ കരുതുവാൻ ഉള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഏതാണ്ട് 8 വർഷത്തോളം മാരാമൺ കൺവെൻഷനിൽ വരുന്നതായിട്ടുള്ള യാചകർക്ക് മാരാമൺ കൺവെൻഷനിലോട്ട് ഇറങ്ങുന്ന വഴിയിൽ പന്തലിട്ട് കൊടുക്കുകയും ആ പന്തലിൽ കിടന്നുകൊണ്ട് അവർ ഭിക്ഷയാചിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ അവരെ കുറച്ചുകൂടെ കരുതണമെന്നുള്ള ആഗ്രഹത്തിൽ 2 ഏക്കർ സ്ഥലം വാങ്ങി 3 കുടിലുകൾ വെച്ച് പ്രാരംഭം കുറിച്ചതാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. 1949 ഫെബ്രുവരി മാസം 22-ാം തീയതി അഭിമന്യ യോഹന്നാൻ തിരുമേനി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. 25 വർഷം പൂർത്തിയായപ്പോൾ ഇതിൻ്റെ സിൽവർ ജൂബിലി
പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത് ലോകത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ. 75 വർഷം പൂർത്തിയായപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ പരിചരണത്തിനായിട്ട് പാലിയേറ്റീവ് കെയർ ഹോം നമ്മൾ ആരംഭിച്ചു. അതിൽ 25ഓളം ആൾക്കാർക്ക് ICU ബെഡ്, ഓക്സിജൻ സംവിധാനം, നേഴ്സിംഗ് കെയർ, ഡോക്ടേഴ്സിൻ്റെ സഹായം എല്ലാം ലഭ്യമാകുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ മന്ദിരത്തിൽ 120ഓളം അംഗങ്ങളും 27 പ്രവർത്തകരുമായിട്ട് 150ഓളം ആൾക്കാർ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എവരുടെയും പ്രാർത്ഥനയിൽ മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കും. ഇടയാറുമുള ലാഗ സെന്തോ മാർത്തോമ ഇടവകയുടെ സെമിത്തേരിയിൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മൺകൂടാരത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. 130ാമത് മാരാമൺ കൺവെൻഷന് ഉണരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന പേരാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. വിശ്വാസ സമൂഹത്തെ പ്രത്യാശയിലേക്ക് നയിച്ച ഒട്ടേറെ ഗാനങ്ങൾ സമൂഹത്തിന് നൽകിയ പ്രിയപ്പെട്ട ഉപദേശി ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു. തീവ്രമായ ജീവിത അനുഭവങ്ങൾ സമ്മാനിച്ച ഗാനങ്ങളാണ്, പ്രത്യാശയുടെ ഗാനങ്ങളാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി മലയാള സമൂഹത്തിന് നൽകിയത്. ഇന്നും മാരാമൺ കൺവെൻഷനിലെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നു. നമ്മുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞ ഒട്ടേറെ ഗാനങ്ങൾ, പ്രത്യാശ ഗാനങ്ങൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടേതാണ്. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവിത അനുഭവങ്ങളിലേക്കുള്ള ഒരു യാത്രയാണിത്. നമുക്ക് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ കൂടുതൽ അറിയാം, കൂടുതൽ മനസ്സിലാക്കാം. വീണ്ടും ഒരു മാരാമൺ കൺവെൻഷന് അരങ്ങുണരുമ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് ഇടയാറുമുളയിലെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഭവനത്തിന് മുൻപിലാണ്. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ദൈവകാരുണ്യ മെമ്മോറിയൽ പ്രാർത്ഥന മന്ദിരമാണ് നമ്മുടെ പിൻപിലുള്ളത്. മലയാളി സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിനായി ഒട്ടേറെ ഗാനങ്ങൾ സമർപ്പിച്ചതായ, രചിച്ചതായ, പാടിയിട്ടുള്ള സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. തീവ്രമായ ജീവിത അനുഭവങ്ങൾ സമ്മാനിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും. ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പാടി പതിഞ്ഞു കിടക്കുന്ന പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവിത അനുഭവങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ 3ാം തലമുറക്കാരനായ ശ്രീ അനീഷ് ബെഞ്ചമിൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രിയ അനീഷ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ വീടിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹം നിർമ്മിച്ചതായ പ്രാർത്ഥനാ മന്ദിരത്തിൻ്റെ മുൻപിൽ. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവിതാനുഭവങ്ങൾ മാത്രമല്ല, മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ സ്വാധീനം, ഇതൊന്ന് വിശദീകരിക്കാം. 130ാം മാരാമൺ കൺവെൻഷന് അരങ്ങുണരുമ്പോൾ അൽമായ പ്രേക്ഷിതത്വത്തിന് ഏറ്റവും വലിയ വളക്കൂറുള്ള ഒരു സഭയായിരുന്നു മാർത്തോമാ സഭ. അൽമായരെ സഭയുടെ മുഖ്യധാരയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ വചന പ്രഘോഷണത്തിനും ധ്യാനാത്മക ജീവിതത്തിനും ദൈവവചന പഠനത്തിനും ഒക്കെ ഊന്നൽ നൽകി കൊണ്ടാണ് മാരാമൺ കൺവെൻഷൻ അടക്കമുള്ള കൺവെൻഷനുകൾ ക്രമീകരിക്കപ്പെട്ടിരുന്നത്. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവിതചക്രത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം പോലും മാരാമൺ കൺവെൻഷൻ മുടക്കിയിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആഴ്ച മുഴുവനായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സന്യാസി സംഘവും മാരാമൺ കൺവെൻഷനിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആ കാലത്ത് നിർവഹിച്ചു വന്നിരുന്നു. തന്നെയുമല്ല, തിരുവചന പഠന വേദിയായ മാരാമൺ കൺവെൻഷനിൽ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനത്തിൻ്റെ ജഡധാരണത്തിന് അദ്ദേഹം വളരെയധികം പ്രേരണ നൽകിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മാരാമൺ കൺവെൻഷൻ്റെ പ്രസംഗങ്ങളുടെ ഒരു ജഡധാരണം എന്ന വണ്ണം
മന്ദിര പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ അനുസ്മരിച്ചതുപോലെ 250-ലധികം വിശ്വാസ പ്രത്യാശാ ഗീതങ്ങൾ അദ്ദേഹം തൻ്റെ ധ്യാനാത്മക ജീവിതത്തിൻ്റെ ബഹുസ്ഫുരണമായി ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ മിക്ക വർഷങ്ങളിലും മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹത്തിൻ്റെ 1-2 പാട്ടുകൾ അനുഭവ ഗീതങ്ങളായിരുന്നതുകൊണ്ട് തന്നെ എക്കാലത്തും ഒരു ചിരഞ്ജീവ അനുഭവം അത് സമ്മാനിച്ചിരുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രം പ്രഘോഷിച്ചിരുന്നതുകൊണ്ട് ആ ഗാനങ്ങൾ മാരാമൺ കൺവെൻഷനിൽ ഉടനീളം എല്ലാ വർഷവും ഉൾപ്പെടുത്തുവാനായി സഭ ശ്രദ്ധിച്ചിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇതുപോലുള്ള അൽമായ പ്രേക്ഷിതർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ രചിക്കപ്പെട്ട അനുഭവ ഗാനങ്ങൾ നമുക്ക് അറിവിനെ നിഷേധിക്കാമെങ്കിലും അനുഭവങ്ങളെ നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ ഊർജ്ജസ്വലമായിരുന്നതുകൊണ്ട് അതെപ്പോഴും തപ്ത ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഗാനങ്ങളായിരുന്നു.